നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള സാഹിത്യ സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി എം ടി വാസുദേവൻ നായർ വിട പറഞ്ഞത്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് കോഴിക്കോടുള്ള സിത്താരയിലേക്ക് ഓടിയെത്തിയത്. സിനിമാ താരങ്ങളും സാഹിത്യകാരും രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെ വൻ ജനവാലിയായിരുന്നു അദ്ദേഹത്തെ കാണാനെത്തിയത്. നടൻ സുരാജ് വെഞ്ഞാറമൂടും എം ടി അവസാനമായി കാണാനെത്തിയിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അതോടൊപ്പം തന്നെ സുരാജിന് കടുത്ത വിമർശനങ്ങളും വരുന്നുണ്ട്. മരണവീട്ടിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ചു വന്നതിനാണ് സൂരജിനെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത്. നിരവധി പേരാണ് വീഡിയോകൾക്ക് താഴെ കമന്റുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണിന് ചുവപ്പ് രോഗമുണ്ടെന്ന് തോന്നുന്നു. കറുത്ത കണ്ണട വെച്ച് മരണവീട്ടിൽ ചെല്ലാൻ പരിസരബോധമില്ല. വികാലാൻഡിൽ ടൂർ പോകുന്നത് പോലെയാണ് പോകുന്നത്. കഷ്ടം. മരണവീട്ടിൽ ചെല്ലുന്നതും ഇങ്ങനെയാണോ? ചെവിയിൽ കുന്ത്രാണ്ടം കുത്തി എവിടെ പോകുവാണ്? ഡാൻസ് കളിക്കാനാണോ? മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റി വെച്ചുകൂടെ? ഒരു മരണ വീട്ടിലും വരുന്ന കോലം. രണ്ട് കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന സമയത്താണ് മരണവിവരം അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങ് പോന്നു. അല്പന് അർത്ഥം കിട്ടിയാൽ ഇവൻ യഥാർത്ഥ ജീവിതത്തിലും കോമാളിയാണോ എന്നിങ്ങനെയാണ് വിമർശനം. ഇപ്പൊ കണ്ടു, വിവരം കൂടിയാലും പ്രശ്നമാണ്. അത് നടനായാലും ആരായാലും കാലമേ നന്ദി. മരിച്ചുപോയ ഒരാളെ കാണാൻ കൂളിംഗ് ഗ്ലാസും വെച്ച് അമേരിക്കയിൽ ടൂർ പോകുന്ന പോലെ വന്ന പ്രശ്നമില്ല. ഒരാൾ സെൽഫി എടുത്താലാണോ പ്രശ്നം? കണ്ണെന്തോ പറ്റിയിട്ടുണ്ട്. എല്ലായിടത്തും കൂളിംഗ് ഗ്ലാസ് മാറ്റാതെയാണ് നടക്കുന്നത്. എന്തോ സംഭവമുണ്ട് എന്നും ചിലർ പറയുന്നുണ്ട്. അതേസമയം സുരാജിനെ പിന്തുണച്ചും ചിലർ എത്തുന്നുണ്ട്. പോകുന്ന വഴി കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ എന്താണ്? ബോഡിയുടെ മുന്നിൽ വെക്കാതെ ഇരുന്നാൽ പോരെ? ഇതിലൊന്നും ഒരു തെറ്റില്ല. മരണം കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ സെൽഫി. പിന്നെ മരിച്ചത് അകാല മരണമൊന്നുമല്ല, ജീവിച്ചു തീർത്ത മനുഷ്യനാണ്. അപ്പോൾ ആരും അങ്ങനെ ദുഃഖം കാണിക്കാറില്ല. നമ്മുടെ ഇവിടെ ആയാലും പ്രായം ചെന്നവർ മരിച്ചാൽ കരയാറില്ല എന്നാണ് അനുകൂലിച്ചെത്തുന്നവർ പറയുന്നത്. അതേസമയം എം ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി മോഹൻലാൽ അടക്കമുള്ളവർ വീട്ടിലെത്തിയിരുന്നു. മമ്മൂട്ടി വിദേശത്താണുള്ളത്. താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വൈറലായിരുന്നു. ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ് എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ. ഒരു യുഗപ്പൊലിമ മറയുകയാണ്. എന്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എന്റെ ഇരു കൈകളും മലർത്തിവെക്കുന്നുവെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.